നിങ്ങളൊരു ബിടെക് ഡിപ്ലോമ ബിരുദധാരിയാണോ? സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജൂനിയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിരവധി ഒഴിവുകളുള്ള SSC JE എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SSC JE എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ്, എക്സാം പാറ്റേൺ, സിലബസ് എന്നിവയെക്കുറിച്ച് അറിയുന്നതിനായി വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC JE എക്സാംസിനെ കുറിച്ചാണ്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാംസിനെ കുറിച്ചാണ്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ നടത്തുന്ന രീതികൾ നമ്മുടെ കേരള PSC പോലെ അല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്തുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ, പിന്നീട് ജസ്റ്റ് ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് വേക്കൻസീസ്, പ്രീവിയസ് കട്ട് ഓഫുകൾ എങ്ങനെയാണ്, ജസ്റ്റ് സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെയും പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് SSC JE അഥവാ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. പ്രധാനമായി 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നമുക്ക് SSC JE എക്സാം വരുന്നത്: സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. ഇതിൽ തന്നെ സിവിലിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സിനായിരിക്കും പൊതുവെ കൂടുതൽ ചാൻസസ് വരുന്നതും കട്ട് ഓഫ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് വരുന്നതും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ എക്സാംസിനായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. SSC JEക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അത് സിവിലാവുമ്പം സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ, ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കലിൽ, മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കലിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ബിരുദധാരികൾക്ക് എല്ലാവർക്കും തന്നെ SSC JE എക്സാംസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ അപ് ടു 30 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഈ അപ് ടു 30 ഇയേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പോസ്റ്റുകളാണ്. SSC JE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC എക്സാംസുകൾ പൊതുവേ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ നമുക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ചേഞ്ച് ആകും, പോസ്റ്റിൻ്റെ ഗ്രേഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് ക്വാളിഫിക്കേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഏജ് ലിമിറ്റും. ഏജ് ലിമിറ്റ് 30 വരുന്നെങ്കിലും അപ് ടു 30 ഇയേഴ്സിനാണ് പറയുന്നതെങ്കിലും 2 or 3 പോസ്റ്റുകൾക്ക് 32 ഇയേഴ്സ് വരെയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ചില പോസ്റ്റുകൾക്കാണെങ്കിൽ 27 ആയിരിക്കും ചിലപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ് ടു 30 ഇയേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മുടെ പോസ്റ്റിനനുസരിച്ചിട്ട് ഏജ് ലിമിറ്റിന് ചേഞ്ചസ് വരും. അത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ മനസ്സിലാവും. എങ്കിലും 30 വയസ്സ് വരെയാണ് നോർമലി SSC JE എക്സാംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ 30 വയസ്സ് വരെ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. നമുക്ക് റിസർവേഷൻ കാറ്റഗറീസ് വരുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്. SC STക്ക് ആണെങ്കിൽ +5 ഇയേഴ്സ് വരെ, അതായത് 35 വയസ്സ് വരെ എഴുതാൻ പറ്റും. OBC കാറ്റഗറിക്ക് +3 ഇയേഴ്സാണ്, അതായത് 33 വയസ്സ് വരെ. PWD അൺറിസർവ്ഡ് ആണ് എങ്കിൽ 10 വർഷവും, PWD തന്നെ OBCക്ക് 13 വർഷം, PWDയിൽ SC STക്ക് 15 വർഷവും നമുക്ക് എക്സ്ട്രാ ഏജ് റിസർവേഷൻ കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് വേറെ കുറേ റിസർവേഷൻസ് വരുന്നുണ്ട്. എക്സ് സർവീസ്മെന് വരുന്നുണ്ട്, നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് വേറെ റിസർവേഷൻ വരുന്നുണ്ട്. പിന്നീട് ഇത് കൂടാണ്ട് വിഡോസിനൊക്കെ പ്രത്യേകം തന്നെ റിസർവേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫീയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ SSC എക്സാമുകൾക്ക് എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. ഈ 100 രൂപ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യേണ്ടതായിട്ട്, എല്ലാവർക്കും ഫീ വരുന്നില്ല. ഫീ എക്സംഷൻസ് വരുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക്, പിന്നീട് SC ST കാറ്റഗറിയിൽ, PWDയിൽ, അതുപോലെ എക്സ് സർവീസ്മെൻ, ES എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മെൻ ആണ്. അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഫീ അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള ഇതിൽ മെൻഷൻ ചെയ്യാത്ത ബാക്കി എല്ലാവർക്കും 100 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നമുക്ക് ഏത് SSC എക്സാംസ് എടുത്താലും ഇതാണ് വരുന്നത്. ഇനി സാലറി പറയുന്നത് ഇൻ ഹാൻഡ് ഓൾമോസ്റ്റ് 40,000 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ്രോക്സിമേറ്റ് ആണ്, കൃത്യമല്ല. ഒരു 35,400 സംതിങ് ആണ് ബേസിക്ക് വരുന്നത്. പിന്നീട് അലവൻസസും എല്ലാം കഴിഞ്ഞ് ദെൻ പെൻഷൻ്റെ അതൊക്കെ പിടുത്തം എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഇൻ ഹാൻഡ് സാലറി മിനിമം നമുക്കൊരു 40,000 എങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ജോബാണ്. ഇനി പുതിയ SSC നോട്ടിഫിക്കേഷൻ പ്രകാരം ഓഗസ്റ്റ് 12, 2022 ഇത്തവണത്തെ SSC JEയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. നമ്മൾ ഈ ഡേറ്റിൽ കൃത്യമായി സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. SSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ssc.nic.in ആണ്. എല്ലാ
SSC aspirants എല്ലാവരും തന്നെ ഈ സൈറ്റിൽ റെഗുലറായി കയറി എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചിലപ്പോഴൊക്കെ SSC റിവൈസ് ചെയ്യാറുണ്ട്. നേരത്തെ വന്നിരുന്നത് നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റിവിഷൻ അനുസരിച്ചിട്ട് SSC JEയുടെ ടയർ 1 എക്സാം നടക്കാൻ പോകുന്നത് നവംബറിലാണ്. അതായത് ഈ വർഷം നവംബറിൽ നമുക്ക് SSC JE ടയർ 1 എക്സാംസ് വരുന്നുണ്ട്. സോ അപ്പോൾ എന്താണ്, നമ്മൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓഗസ്റ്റിൽ അടുത്ത മാസം 12-ാം തീയതി ആയിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ നവംബറിൽ ടയർ 1 എക്സാം വരും. അപ്പോൾ അതിൻ്റേത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പുതുതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് ചില SSC JE വഴി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതെന്നാണ് കൊടുത്തേക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻസിൽ മെയിൽസിനെ മാത്രമേ എടുക്കാറുള്ളൂ, ഫീമെയിൽസിന് പറ്റില്ല. ദെൻ അതുപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക് CPWD ഉണ്ട്, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്, ദെൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, പിന്നീട് ചില പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് വരുന്നുണ്ട്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾക്ക് ഒരുമിച്ച് നടത്തുന്ന എക്സാമാണ് SSC JE എക്സാം. ഇനി എക്സാം പാറ്റേണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ SSC JE എക്സാമിന് 2 ടയറാണ്. ഈ ടയർ എന്ന് ഉദ്ദേശിക്കുന്നത് SSC എക്സാമുകളിൽ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ എന്നാണ്. നമുക്ക് PSCയുടെ കൂട്ട്, PSCക്കൊക്കെ നോർമലി ടെക്നിക്കൽ എക്സാം വരുമ്പോൾ ഒറ്റ പരീക്ഷയാണ് വരുന്നത്. പക്ഷേ SSC എക്സാമുകൾ അങ്ങനല്ല, 2 ടയറായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടയർ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഇവിടെ MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇതിനെന്നിട്ട് അവരൊരു കട്ട് ഓഫ് ഇടും. ഒരു കട്ട് ഓഫ് വാല്യൂ ആണ് മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ ടയർ 2 ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എഴുതാനൊക്കൂ. ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് പോലെ ആയിരിക്കും. 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. സിലബസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് സ്ട്രീം ഏത് ഡിസിപ്ലിനിലാണോ നമ്മൾ എക്സാം എഴുതുന്നത് ആ എക്സാമിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് SSCയുടെ സൈറ്റുകളിലും മറ്റു ഓൺലൈൻ സൈറ്റുകളിലും. സോ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാറ്റേൺസ് മനസ്സിലാവാവുന്നതാണ്. ഇനി നമ്മൾ ടയർ 1നെ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് പറഞ്ഞല്ലേ, MCQ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 പാർട്ടായിട്ടാണ് ശരിക്കും എക്സാം നടക്കുന്നത്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ ശരിക്കും ടെക്നിക്കൽ അല്ല, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ജനറൽ അവെയർനെസ് വരുന്നുണ്ട്. ഈ ജനറൽ അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK ആണ്. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി വരുന്നുണ്ട്, ദെൻ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതൊരു 50 ക്വസ്റ്റ്യൻ കാണും. 50 ക്വസ്റ്റ്യനും 50 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതമാണ് പോകുന്നത്. അതുകൊണ്ടാണ് 50/50 എന്ന് എഴുതിയത്. ചില SSC എക്സാമുകൾക്ക് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. പക്ഷേ JE എക്സാമിന് 50 ക്വസ്റ്റ്യൻ ആണ് ജനറൽ അവെയർനെസ്സിൽ നിന്ന് വരുന്നത്, 50 മാർക്കുമാണ്. ദെൻ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ഇത് നമ്മുടെ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാറ്റേൺസ് സീരീസ് തന്നിട്ട് അതിൻ്റെ അടുത്ത് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട കോഡിങ്, ഡീകോഡിങ്, സിംബോൾസംസ്, നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത്. ഇതിനും 50 മാർക്കാണ്. അങ്ങനെ പാർട്ട് എ കംപ്ലീറ്റ് ആയിട്ട് 100 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ദെൻ പാർട്ട് ബി വരുന്നത് ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൺലൈനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. OMR ഷീറ്റിലല്ല, നമ്മൾ കമ്പ്യൂട്ടറിലാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പാർട്ട് ബിയിൽ ജനറൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഏത് ഡിസിപ്ലിൻ ആണോ ആ ഡിസിപ്ലിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിനും 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്കിനാണ് ടയർ 1 SSC JE വരുന്നത്. ഇതിനുള്ള സമയം 2 അവേഴ്സാണ്, 120 മിനിറ്റ്സ് ആണ്. അപ്പം 2 അവർ കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. SSC JE എക്സാം ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, 120 മിനിറ്റ് കിട്ടൂ, 200 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് പ്രൈമറി കട്ട് ഓഫ് ടയർ 1ൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് SSC JE എക്സാംസിനെ കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
ഇനി ടയർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം തന്നെ ചൂസ് ചെയ്യാം ഏതാണ് നമ്മുടെ ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന്. പിന്നീട് ഏത് ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളത്. അതുപോലെ തന്നെ ഓർഡറും ഇല്ല. നമുക്ക് പാർട്ട് എ ആദ്യം ചെയ്യാം, പാർട്ട് ബി ചെയ്യാം, പാർട്ട് എ പകുതിക്ക് ഇട്ടിട്ട് പാർട്ട് ബി ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമില്ല. 2 hours ടോട്ടലായിട്ട് കിട്ടും. അതിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. അപ്പം ഓരോ റോങ് ക്വസ്റ്റ്യൻസിനും 0.25 മാർക്സ് വീതം നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ദെൻ ടയർ 2, ടയർ 1 കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് പറ്റുന്ന പേപ്പറാണ്. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. 300 മാർക്കിനാണ്. നമ്മൾ പേന പേപ്പർ ഉപയോഗിച്ചിട്ട് ഓഫ്ലൈനിൽ എഴുതുന്ന എക്സാമാണ് ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ടൈം ഡ്യൂറേഷൻ 2 hour ആയിരിക്കും. ഇതിനകത്ത് നമ്മുടെ കൺസേൺഡ് ഡിസിപ്ലിൻ, നമ്മൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇലക്ട്രിക്കൽ, സിവിൽ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡിസിപ്ലിൻ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ വരൂ. യൂണിവേഴ്സിറ്റി എക്സാംസ് പോലെ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടതൊക്കെ. ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കത് ആദ്യം തന്നെ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കണം, നമ്മൾ എഴുതുന്നത് ഏത് ലാംഗ്വേജിലായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് സിലബസ് ഒക്കെ ഒന്ന് നോക്കാം. സിലബസ് പറയുന്നത് ജനറൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് മാത്രമാണ് ഞാൻ പറയുന്നത്. SSC എക്സാംസിൻ്റെ സിലബസുകൾ നമ്മുടെ വേറെ SSC എക്സാംസിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് പറയാത്തത്. ജനറൽ എഞ്ചിനീയറിംഗ് സിലബസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് നോക്കിയാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ വരുന്നുണ്ട്, സർവേയിങ് വരുന്നുണ്ട്, സോയിൽ മെക്കാനിക്സ് വരുന്നുണ്ട്, ഹൈഡ്രോളിക്സ് വരുന്നുണ്ട്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇത്രയും സബ്ജക്ട്സ് ആണ് ടയർ 1ൽ നമുക്ക് സിവിലിൽ നിന്ന് വരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ട്രെൻഡൊക്കെ മനസ്സിലാവാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പാർട്ട് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ ബേസിക് കൺസെപ്റ്റ്സ് വരുന്നുണ്ട്, സർക്യൂട്ട് ലോ വരുന്നുണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട് വരുന്നുണ്ട്, AC ഫണ്ടമെന്റൽസ് വരുന്നുണ്ട്, മെഷറിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മെഷീൻസ് വരുന്നുണ്ട്, ഫ്രാക്ഷണൽ കിലോവാട്ട് മോട്ടോഴ്സ് ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിംഗ്രണസ് മെഷീൻസ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി, കൂടാണ്ട് ബേസിക് ഇലക്ട്രോണിക്സും വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി ഹോൾഡേഴ്സിന് SSC JEE കൺസേൺ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ പാർട്ട് സിയിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് മെഷീൻ ഡിസൈൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, പിന്നെ തെർമോഡൈനാമിക്സ്, പ്യുവർ സബ്സ്റ്റൻസ്, IC എഞ്ചിന് എല്ലാം തെർമൽ എഞ്ചിനീയറിംഗിൽ തന്നെ വരുന്ന പോർഷൻസ് ആണ്. അവ വരുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്കിൻ സൈക്കിളും, ബോയിലേഴ്സ്, എയർ കംപ്രസേഴ്സ് തുടങ്ങിയവ വരുന്നുണ്ട്. പിന്നീട് റെഫ്രിജറേഷൻ വരുന്നുണ്ട്, നോസിൽസ് ആൻഡ് സ്റ്റീം ടർബൈൻസ് വരുന്നുണ്ട്. കൂടാണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ മെറ്റീരിയൽ സയൻസിൽ നിന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ടയർ 1ൽ ഓരോ കൺസേൺഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് വരുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഇവയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാവും. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പോർഷൻസ് ആണ്. ചില പോർഷൻസിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യം വരും. അതൊക്കെ നമുക്കൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനാലിസിസ് ചെയ്താൽ മനസ്സിലാവും. നമ്മളിനി ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ നോക്കുകയാണെങ്കിൽ 2021 കട്ട് ഓഫ് ടയർ 1 കട്ട് ഓഫ് വന്നേക്കുന്നത് 120.02 മാർക്ക് മാത്രം മതിയായിരുന്നു സിവിലിന്. 200 ഔട്ട് ഓഫ് 200 ആണ്. ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആയപ്പോൾ അത് 141.59 ആയി. 2019 123.52, 2018 127.40, 2017 136.25 ആണ് സിവിലിൻ്റെ കട്ട് ഓഫുകൾ. അപ്പോൾ ഇത്രയും സിവിൽ കട്ട് ഓഫുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 2017 ഒരു എക്സെപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ നമുക്കൊരു 130 സ്കോർ ചെയ്താൽ ടയർ 1 സുഖമായി സിവിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും എല്ലാ രീതിയിലും പ്രഗത്ഭരായിട്ടിരിക്കത്തില്ല. ചിലർക്ക് ജനറൽ ഇൻ്റലിജൻസ് ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ജനറൽ അവയർനെസ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഈ 130 മാർക്ക് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 140 അല്ലെങ്കിൽ 150 ഒരു ടാർഗറ്റ് വെക്കുക. എന്നിട്ട് ആ ടാർഗറ്റ് എങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിൽ ബുദ്ധിപൂർവ്വം വേണം നിങ്ങൾ എക്സാമിനെ സമീപിക്കാൻ. ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വേണം എക്സാമിൽ സമീപിക്കാൻ. അപ്പം നിങ്ങളുടെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻസിൽ നന്നായി
ഊന്നൽ കൊടുത്ത് പഠിച്ച് ഒരു തരത്തിലും നെഗറ്റീവ് മാർക്കിംഗ് വരാണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 130+ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ ഒരു ടാർഗറ്റ് 150+ ടാർഗറ്റ് വെച്ച് അത് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് എല്ലാ സിലബസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് പോയി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാം എന്ന് വെച്ചിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം ടയർ 1 ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ദെൻ നമ്മൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് 4 ഇയർ എടുത്ത് നോക്കിയാൽ 141.59, 150.47, 152.16, 117 ഇങ്ങനെ 4 വർഷത്തെ കട്ട് ഓഫുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ 2017 ഇച്ചിരി കുറവാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ ഇതിനൊരു ടാർഗറ്റ് വെക്കുമ്പോൾ ഒരു 160+ ടാർഗറ്റ് വെക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ എന്ത് വന്നാലും ടയർ 1 ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഗോൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ടയർ 2 കട്ട് ഓഫുകൾ നോക്കിയാൽ 264.13 ആണ് 2021, ഇച്ചിരി കുറവാണ്. ബാക്കി 315 ഉണ്ട്, 250.49 ഉണ്ട്, 244 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 2ൻ്റെ മാത്രം മാർക്കല്ല കേട്ടോ, ടയർ 1+ ടയർ 2 മാർക്കാണ്. അതൊരു 300+ ഉണ്ട് എങ്കിൽ നമ്മുടെ ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 500ലാണ്. അതിലൊരു 300+ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാനൊരു ചാൻസ് ഉണ്ട് സിവിലിന്. ഇപ്പം നമ്മൾ എപ്പോഴും അങ്ങനൊരു സ്ട്രാറ്റജി ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വേണം എക്സാമിനെ സമീപിക്കാൻ. സെയിം തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കലിലോട്ട് നമ്മൾ ഈ 4 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ കട്ട് ഓഫ് കൂടുതലാണ്, ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാവുന്ന ഒരു ടാർഗറ്റ് ഒരു 350+ ആയിരിക്കണം. നമ്മളെപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് വെച്ച് വേണം മുന്നോട്ട് പോകാൻ. അത്രയും മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് പോകാൻ. കാരണം ഇയർലി ടയർ 1 പാസ്സായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഉദ്ദേശം SSC JE ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊരു സേഫ് ടാർഗറ്റ് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് പ്രീവിയസ് കട്ട് ഓഫുകൾ നോക്കിയിട്ട് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എവിടെയൊക്കെയാണ് എന്നുള്ളത്. ജനറൽ അവയർനെസ്സിൻ്റെ 50 മാർക്സ് വേണോ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ 50 മാർക്സ് ഉണ്ട്, ദെൻ ജനറൽ എഞ്ചിനീയറിങ്ങിൻ്റെ 100 മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ 200 മാർക്കിൽ നിന്ന് നിങ്ങളൊരു സേഫ് ടാർഗറ്റ് നമുക്ക് 150+ പറയാം. അപ്പോൾ ഏതാണ് ഇതിലേതെങ്കിലും ജനറൽ എഞ്ചിനീയറിംഗ് ഒബ്വിയസ്ലി നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ, അതിൽ നമുക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. കൂടാണ്ട് പാർട്ട് എ പോർഷനിലെ ഈ 2 എണ്ണം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇതിലേതിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കൊരു 130+ മാർക്ക് വാങ്ങാം എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ തയ്യാറാക്കുക. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് TCS ആണ്. TCS കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ റീസെൻ്റ്ലി നമ്മൾ SSC മറ്റ് എക്സാമുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റായിട്ടാണ് ജനറൽ അവയർനെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രീവിയസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വരാണ്ട് നമ്മൾ തീരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് കളയുന്ന പോർഷൻസിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് വരും. അപ്പം അത്രയും കൂടുതലായിട്ട് വാസ്റ്റായിട്ട് കവർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജനറൽ അവയർനെസ്സിൽ നല്ലൊരു സ്കോർ കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയും നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ തിയറി പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ജനറൽ അവയർനെസ് ഇത്ര വാസ്റ്റായിട്ട് പോകാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കുറേ മാർക്ക് ഓൾമോസ്റ്റ് ഒരു 45+ സുഖമായിട്ട് വാങ്ങാവുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നമുക്ക് ഈ ടയർ 1 കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ബെറ്റർ സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ SSC JE എക്സാംസിനെ കുറിച്ചൊരു ഓവറോൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരും, ഈ നവംബറിൽ തന്നെ എക്സാം ഉണ്ടാവും. വേക്കൻസി കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം SSC ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം 70,000-ഓളം വേക്കൻസികളാണ് ഫില്ല് ചെയ്യാൻ, അഡീഷണൽ വേക്കൻസീസ് ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലുള്ള വേക്കൻസി കൂടാണ്ട് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഏത് പോസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ SSC വഴി നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ JEക്കും ഉറപ്പായിട്ടും വേക്കൻസി കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം എല്ലാവരും കൃത്യമായി അപ്ലൈ ചെയ്ത് എഴുതുക. പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. SSC JE സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കായി ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ഉടൻ തന്നെ ഏണസ്റ്റ് അക്കാദമി ആരംഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രിപ്പയർ സ്മാർട്ട് വിത്ത് ഏണസ്റ്റ് അക്കാദമി. താങ്ക് യു.